വിശുദ്ധ മത്തായിയുടെ സുവിശേഷം വചനം 12 മുതൽ 17 വരെ പഠിപ്പിക്കുന്നത് യേശു ദൗത്യം ആരംഭിച്ചതിനെ പറ്റിയാണ്. വചനം 15ഉം 16ലും മനസ്സിലാക്കി തരുന്നത് ഈശോ നമ്മുടെ ഇടയിൽ വസിക്കുന്നില്ലെങ്കിൽ നമ്മുടെ ജീവിതത്തിൽ നമ്മുടെ ഭവനങ്ങളിൽ ഈശോ ഇല്ലെങ്കിൽ നാം അന്ധകാരത്തിലാണ്, മരണത്തിൻ്റെ മേഖലയിലും നിഴലിലുമാണ് നാം. എന്നാൽ ഈശോ നമ്മോടൊപ്പം ഉണ്ടെങ്കിൽ നാം പ്രകാശത്തിലാണ് ജീവിക്കുന്നത്. നാം ജീവൻ്റെ മേഖലയിലും നിഴലിലുമായിരിക്കും വസിക്കുക. അതിനാൽ ഈശോയോടൊപ്പം വസിച്ച് പ്രകാശത്തിൻ്റെയും ജീവൻ്റെയും മാർഗത്തിലൂടെ ചരിക്കണമെന്ന് വചനം പഠിപ്പിക്കുന്നു. അപ്പോൾ വചനം മനസ്സിലാക്കി തരുന്ന ഒരു കാര്യം, ഈശോ വിജാതീയരുടെ ഗലീലയായ സെബുലൂൺ, നഫ്തലി പ്രദേശങ്ങളിൽ ചെല്ലുമ്പോൾ അവർ അന്ധകാരത്തിലും മരണത്തിന് നിഴലുമായിരുന്നു. ഈശോ അവരോടൊപ്പം കൂടി അന്ധകാരത്തിൻ്റെ മാർഗങ്ങളിൽ പിന്തുടരുകയല്ല ചെയ്ത്, പകരം പ്രകാശത്തിൻ്റെയും ജീവൻ്റെയും മാർഗം കാണിച്ചു കൊടുക്കുകയാണ് ചെയ്തത്. അതായത് നാം പാപികളുടെ ഇടയിൽ വസിച്ചാലും അവർ ചെയ്യുന്ന പാപത്തിൻ്റെ മാർഗം പിന്തുടരുകയല്ല ചെയ്യേണ്ടത്, പകരം അവർക്ക് പ്രകാശത്തിൻ്റെയും ജീവൻ്റെയും മാർഗം കാണിച്ചു കൊടുക്കണം. നമ്മുടെ രക്ഷയ്ക്കായിട്ടുള്ള ദൈവഹിതവും ദൈവവചനവും അനുസരിച്ച് ആരുടെ കൂടെ ജീവിച്ചാലും ജീവിക്കണം എന്ന് വചനം മനസ്സിലാക്കി തരുന്നു. വചനം 17 ഈശോ പ്രസംഗിക്കുകയാണ്, മാനസാന്തരപ്പെടുവാൻ സ്വർഗരാജ്യം സമീപിച്ചിരിക്കുന്നു. അതായത് പാപങ്ങളെക്കുറിച്ച് പശ്ചാത്തപിച്ച് പാപം ഏറ്റു പറഞ്ഞ് പാപം ഉപേക്ഷിച്ച് മാനസാന്തരത്തിന് യോജിച്ച നല്ല ഫലങ്ങൾ പുറപ്പെടുവിച്ച് ദൈവത്തെ വിശ്വസിച്ച് കൂദാശകൾ ജീവിത ഭാഗമാക്കി ദൈവവചനം അനുസരിച്ച് ജീവിക്കണം. കാരണം നല്ല ഫലങ്ങൾ പുറപ്പെടുവിക്കാത്ത വശങ്ങൾ വെട്ടി തീയിലറിപ്പെടുകയും ഗോതമ്പ് അറപ്പുരയിൽ ശേഖരിക്കുകയും, അതായത് നല്ല ഫലങ്ങൾ പുറപ്പെടുവിക്കുന്നവർ നിത്യജീവനിലേക്കും അല്ലാത്തവൻ നിത്യവേദനയിലേക്കും നിത്യമരണത്തിലേക്കും തിരഞ്ഞെടുക്കപ്പെടാനുള്ള സമയം ഈശോയുടെ വരവോടുകൂടി വന്നെത്തിക്കഴിഞ്ഞിരിക്കുന്നു എന്ന് വചനം മനസ്സിലാക്കി തരികയാണ്. ഇനി വചനം 18 മുതൽ 22 വരെ പഠിപ്പിക്കുന്നത് ഈശോ ആദ്യത്തെ 4 ശിഷ്യന്മാരെ തിരഞ്ഞെടുക്കുന്നതിനെ പറ്റിയാണ്. അവർ മീൻപിടുത്തക്കാരായിരുന്നു. വചനം മനസ്സിലാക്കി തരുന്നത് ഈശോയ്ക്ക് വേല ചെയ്യാനായി ഈശോ തിരഞ്ഞെടുക്കുന്നത് മറ്റുള്ളവരുടെ മുമ്പിൽ വളരെ ചെറിയവരായി കാണപ്പെടുന്നവരായിരിക്കും. ഒരു യോഗ്യതയും ഇല്ലാത്തവരായിരിക്കും. അയോഗ്യതകളും കുറവുകളും ബലഹീനതകളും ഒക്കെ നിറഞ്ഞവരായിരിക്കും. എന്നാൽ ഈശോയെ അവർ അറിഞ്ഞു കഴിഞ്ഞാൽ, ഈശോ അവരെ തിരഞ്ഞെടുത്താൽ അവർ എല്ലാം ഉപേക്ഷിച്ച് ഈശോയുടെ പുറകെ പോകുന്നവരായി മാറും. അങ്ങനെ ചെയ്യാൻ മനസ്സുള്ളവരെയായിരിക്കും ഈശോ തിരഞ്ഞെടുക്കുക. ഒന്നും ചിന്തിക്കാതെ ഈശോ പറയുന്ന അതേപടി വിശ്വസിച്ച് എല്ലാം ഉപേക്ഷിച്ച് ഈശോയോട് കൂടെ ചെല്ലും. അങ്ങനെ ചെല്ലാനുള്ള ഒരു മനസ്സിന് വേണ്ടിയാണ്, കൃപയ്ക്ക് വേണ്ടിയാണ് നാം പ്രാർത്ഥിക്കേണ്ടതെന്ന് വചനം മനസ്സിലാക്കി തരുന്നു. ദൈവത്താൽ തിരഞ്ഞെടുക്കപ്പെടുവാനും എല്ലാറ്റിലും ഉപരി ദൈവത്തെ സ്നേഹിക്കാനും ദൈവത്തെ അനുസരിക്കാനുള്ള കൃപയ്ക്കായി നമുക്ക് ദൈവത്തോട് പ്രാർത്ഥിക്കാം. അങ്ങനെ പ്രവർത്തിച്ച ദൈവത്താൽ തിരഞ്ഞെടുക്കപ്പെട്ട ആദ്യ 4 ശിഷ്യന്മാരായ വിശുദ്ധ പത്രോസ്, സഹോദരൻ അന്ത്രയോസ്, സെബെദീപുത്രനായ യാക്കോബ്, സഹോദരൻ യോഹന്നാൻ എന്നിവരെ പറ്റി ഈ വചനങ്ങൾ പഠിപ്പിക്കുന്നു. വചനം 23 മുതൽ 25 പഠിപ്പിക്കുന്നു ഈശോ അവരെ സിനഗോഗിൽ പഠിപ്പിച്ചും രാജ്യത്തിൻ്റെ സുവിശേഷം പ്രസംഗിച്ചും വിവിധതരം വ്യാധികളാലും വ്യതകളാലും അവശരായവർ, പിശാച് ബാധിതർ, രോഗികൾ എന്നിവരെ സുഖപ്പെടുത്തുന്നതിനെ പറ്റിയാണ് വചനം പഠിപ്പിക്കുന്നത്. ഈശോയുടെ വചനം കേൾക്കുന്നവർക്ക്, ഈശോ വിശ്വസിക്കുന്നവർക്ക് ഈശോയുള്ള അനുഗ്രഹങ്ങളും അത്ഭുതങ്ങളും അടയാളങ്ങളും കിട്ടും. ഈശോ സത്യമായും ദൈവപുത്രനാണ് എന്ന് വചനം മനസ്സിലാക്കി തരുന്നു. നാം മറ്റുള്ളവർ പ്രസംഗിക്കേണ്ട വിഷയം സുവിശേഷമാണ് എന്ന് വചനം നമുക്ക് മനസ്സിലാക്കി തരികയാണ്. ഈശോ കൂടെയുള്ള പ്രകാശത്തിലും ജീവനിലേക്ക് നയിക്കുന്ന മാർഗത്തിലൂടെ ചിരിച്ച് അന്ധകാരത്തിൽ വസിക്കുന്നവരുടെ ഒപ്പം വസിച്ചാലും പ്രകാശം പരത്താനും പാവം ഉപേക്ഷിച്ച് മാനസാന്തരത്തിന് യോജിച്ച് നല്ല ഫലങ്ങൾ പുറപ്പെടുവിച്ച് എല്ലാവരിലും മുമ്പിലായി ദൈവത്തെ സ്നേഹിക്കുവാനും മറ്റുള്ളവരുടെ കഴിയും വിധം ദൈവവചനം പ്രസംഗിച്ചും ദൈവരാജ്യത്തിലേക്ക് തിരഞ്ഞെടുക്കപ്പെടുന്ന ഗോതമ്പ് മണികളായി നമ്മുടെ ജീവിതം മാറാനുള്ള കൃപയ്ക്ക് നമുക്ക് ദൈവത്തോട് പ്രാർത്ഥിക്കാം. ദൈവം എല്ലാവരെയും സമത്വമായി അനുഗ്രഹിക്കട്ടെ. ആമേൻ.